ഞാൻ ഈ പാർട്ടിയുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി മരിക്കാം, പക്ഷെ എന്നാൽ പോലും എൻ്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും വരരുതേ എന്ന് പറഞ്ഞിട്ട് മരിച്ച ഒരു മനുഷ്യൻ എൻ്റെ പാർട്ടി ഇനി എൻ്റെ കുടുംബത്തെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് മരിച്ചുപോയി. അതിനുശേഷം പോലും കോൺഗ്രസ് പാർട്ടി ഈ കുടുംബത്തെ അനുഭാവപൂർണ്ണം കാണാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? പണ്ട് ഈശ്വര വാര്യർ ചോദിച്ചതുപോലെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടും എന്തിനാണ് ഈ കുടുംബത്തെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മഴയത്തും വെയിലത്തും നിർത്തുന്നത്? ശ്രീ കെ പി നൗഷാദ് അലി. അഭിലാഷ്, ഇവിടെ ശ്രീ വിജയന്റെ കത്ത് അത് പാർട്ടിയോടുള്ള വലിയ കൂറും പ്രതിബദ്ധതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നൊരു കത്താണ്. അദ്ദേഹം അവസാന നിമിഷവും പാർട്ടി അത്തരത്തിലാണ് സമീപിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള തിക്താനുഭവവും ഔദ്യോഗികമായി പാർട്ടി തലത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാനതിനെ എടുക്കുകയാണ്. ഏതെങ്കിലും പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ അപാകങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉപ്പ് തിന്നവരാരായാലും അതിൽ വെള്ളം കുടിക്കും. രണ്ടാമതായിട്ട് ഇവിടെ ഞാൻ വിജയേട്ടൻ്റെ മരുമകളുടെ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കടബാധ്യത ഇത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവസ്ഥ ഇത്രത്തോളം ആണ് എന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാണ്. ഈ കത്ത് കൈമാറുമ്പോൾ പോലും എന്താണ് ആ കത്തിൻ്റെ ഒരു ഗൗരവാവസ്ഥ, അതിൻ്റെ ഒരു പശ്ചാത്തലവും പരിസരവും വിജയേട്ടൻ്റെ മാനസികാവസ്ഥയും ഒക്കെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയുമായിരുന്നു, ഏതെങ്കിലും തരത്തിൽ പരിഹാര മാർഗങ്ങൾ ആരായാൻ അവർ ശ്രമിക്കുമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഒരു അന്വേഷണം ആവശ്യമാണ്. കേരളത്തിലെ പോലീസിന് അത് അന്വേഷിക്കാം. ഞങ്ങൾ ഭരണത്തിലൊന്നുമില്ലല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, കേന്ദ്രത്തിലും ഞങ്ങൾ ഭരണത്തിലില്ല. അതുകൊണ്ട് ഔദ്യോഗിക നിയമ സംവിധാനങ്ങൾക്കൊക്കെ ഇവിടെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്താം. അതിലെ വസ്തുതകളും അതിന്റെ വിശദാംശങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാം. അന്വേഷണം നടക്കട്ടെ. കോൺഗ്രസ് പ്രവർത്തകനാണ്, വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ കത്തായി ആ കത്തിനെ ഒന്ന് കാണൂ, ആ കത്തിന്റെ അവസാനത്തെ വരികളൊന്ന് വായിക്കൂ. എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ, എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്ന് ആരോടാണ് എൻ.എം. വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടിയോടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷനോടും പാർലമെന്ററി പാർട്ടി ലീഡറോടും കെ സുധാകരനോടും VD സതീശനോടുമാണ് എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരാൾ മരിച്ചുപോയത്. അയാൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ആ വീട്ടിലേക്കൊന്ന് പോയോ? ഇവർ സഞ്ചയനം കഴിഞ്ഞ് പിറ്റേന്ന് നേതാക്കളെ തിരക്കി ചെന്നാണ് ഈ കത്ത് കൊടുത്തത്. അപ്പോ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തൊരു പാർട്ടി, എന്തൊരു നേതാക്കളുമാണ് ഇതെന്ന്. അല്ല അഭിലാഷ്, അത് അങ്ങനെ പറയരുത്. ഈ നിങ്ങളിവിടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. വിജയേട്ടൻ്റെ അന്തിമയാത്രയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആശുപത്രി ദൃശ്യങ്ങൾ കാണിക്കുന്നു. എല്ലായിടത്തും കോൺഗ്രസ് നേതാക്കളും ത്രിവർണ്ണ പതാക പൊതിഞ്ഞാണ് അദ്ദേഹം അവസാന യാത്ര പോകുന്നത്. പാർട്ടി ഓഫീസിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അനിൽകുമാർ MLA അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളുടെ ഏകോപനം നിർവഹിച്ചിരുന്നു. കെ മുരളീധരനും T സിദ്ദീഖും ND അപ്പച്ചനും ഒക്കെ ഉടനീളം അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി തൊട്ട് താഴേക്കുള്ള നേതാക്കൾ ആ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കത്ത് എന്നത് അതാരുടെയും കൈവശമുള്ള കാര്യം ആർക്കും അറിയാത്ത ഒന്നാണ്. ആ കത്തുമായിട്ട് പോകണമെങ്കിൽ അവരങ്ങോട്ട് പോയേ തീരൂ. ആ കത്ത് കൊടുക്കാനാണല്ലോ അവർ പോയത്, അല്ലാതെ അങ്ങോട്ട് ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാന്ത്വനം ഏറ്റുവാങ്ങാനല്ലല്ലോ. അപ്പോൾ കത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ടി വരും. അവിടെ കത്ത് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ കത്ത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം, നോക്കാം, പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിലെന്താ തെറ്റുള്ളത്? കോൺഗ്രസ് പാർട്ടി വിജയേട്ടന്റെ കുടുംബത്തെ കൈയൊഴിയുമെന്ന് എവിടെയെങ്കിലും അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് ഞാൻ കത്ത് കിട്ടി, കത്ത് വായിച്ചില്ല എന്നാണ്. VD സതീശൻ പറയുന്നത് കത്ത് ഞാൻ വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്നാണ്. ഇപ്പോൾ ഈ കത്തിൽ എന്താണ് ക്ലാരിറ്റി കുറവ്? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ക്ലാരിറ്റി അന്വേഷണം വരുത്താവുന്നതാണ്, അതല്ലല്ലോ വിഷയം. പക്ഷേ ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ അങ്ങനത്തെ മാനസിക വ്യഥയിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ചങ്കു പൊട്ടിയാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ഒരു മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ട മാനസികാവസ്ഥ വന്നു എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവില്ലല്ലോ. ആ ക്ലാരിറ്റിക്ക് കോൺഗ്രസ് പാർട്ടി എവിടെയാണ് പോവേണ്ടത്? അല്ല, അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതീവ ദുഃഖിതരാണ്, നിർഭാഗ്യകരമായ സാഹചര്യമാണ്. അദ്ദേഹത്തിനും മകനും മരിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം അത് തീർച്ചയായിട്ടും നമുക്ക് ഹൃദയഭേദകമാണ്. ആർക്കാണ് അതിനകത്ത് തർക്കമുള്ളത്? പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ കാണാത്ത ചില ഉൾപ്പിരിവുകളൊക്കെ ഉണ്ടാകാം. ഞാനതൊന്നും ഇവിടെ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം പല കാര്യങ്ങളും പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏതായാലും അദ്ദേഹം മരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊന്നും ആരും ഈ കടത്തിൻ്റെ
പേരിൽ വേട്ടയാടാൻ പോകുന്നില്ല. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അങ്ങനെ പിറ്റേ ദിവസം തന്നെ വീട് ജപ്തി ചെയ്യാനൊന്നും വരുന്നില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷേ അത് കൂടിയാലോചനകളിലൂടെയും ഞങ്ങൾ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിന് ആനുപാതികമായും പോലീസിൻ്റെ അന്വേഷണത്തിന് ആനുപാതികമായും അതിനകത്ത് വേണ്ട ഇടപെടലുകൾ ഈ പാർട്ടി നടത്തുക തന്നെ ചെയ്യും. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കത്തിനും ഒരു തരത്തിലുള്ള അശേഷം സംശയം വേണ്ട.